ദിലീപ് അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ. ഇവര് ഒരു കാലത്ത് മലയാള സിനിമയിലെ ഒരു താര ദമ്പതികൾ തന്നെയായിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ ഡിവോഴ്സായി കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലൊക്കെ പോയി. അതിനുശേഷം പിന്നെ ദിലീപ് കാവ്യ മാധവനെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ പറയുന്ന രീതിയിൽ കുറെ പേര് ഈ പറയുന്ന രീതിയിൽ ദിലീപ് ഹേറ്റേഴ്സായി, അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ ഹേറ്റേഴ്സായി, അങ്ങനെ അങ്ങനെ മാറി തിരിഞ്ഞൊക്കെ തന്നെ കാര്യങ്ങൾ ഒരു രീതിയിൽ അങ്ങ് പോയി. അപ്പോൾ അവരവരുടെ ലൈഫ് ആ ഒരു രീതി തന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ ചിത്രമൊക്കെ തന്നെ ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, ദിലീപിനെ കുറ്റം പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർ കുറ്റം പറയുന്നുണ്ട്, അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ അതിനിടയിൽ ഇപ്പോൾ ഒരു സംഭവ വികാസം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് മഞ്ജു വാര്യർ ഇപ്പോൾ ഈ ഇടയ്ക്ക് ദിലീപിന്റെ ഒരു ഫോട്ടോ, അതായത് ഈ പറയുന്ന രീതിയിൽ ദിലീപും മഞ്ജു വാര്യരും ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ പോസ്റ്റർ മഞ്ജു വാര്യർ സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ലവ് സിമ്പിളൊക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റോറി ആക്കിയിട്ട് പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച. അല്ല, ഈ പറയുന്ന രീതിയിൽ പലതും വന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് സല്ലാപം എന്ന് പറയുന്ന സിനിമയുടെ 30 വർഷത്തെ കണ്ട ഇത് ആ ഒരു രീതിയിൽ മഞ്ജു വാര്യർ അത് ഷെയർ ചെയ്തതാണ്. ഈ പറയുന്ന രീതിയിൽ മഞ്ജു വാര്യർ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പുള്ളിക്കാരത്തി തന്നെ ഇട്ടത്, അതും ഈ പറയുന്ന രീതിയിൽ ലവ് സിമ്പിളൊക്കെ ഇട്ടുകൊണ്ട് ഇട്ട ഒരു ഇതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അതായത് മഞ്ജു വാര്യർ ഇപ്പോഴും ദിലീപിനോട് ഇഷ്ടമുണ്ട്, ഈ പറയുന്ന രീതിയിൽ ദിലീപിനെ മറക്കാനായിട്ട് മഞ്ജു വാര്യർ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറേയധികം കമന്റ് ബോക്സിൽ തന്നെ ഈ ഒരു രീതിയിൽ ഇപ്പോൾ പറയുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ മഞ്ജു വാര്യർ ദിലീപ് ഒന്നിക്കണം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ കാവ്യ മാധവനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനിയിപ്പോൾ മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. ഈ പറയുന്ന രീതിയിൽ പോസ്റ്റുകളും അതോടൊപ്പം തന്നെ കമന്റ് സെക്ഷനൊക്കെ നോക്കി, ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ള കമന്റ് സെക്ഷനൊക്കെ തുറന്ന് നോക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഒരു ഫോട്ടോ ഈ പറയുന്ന രീതിയിൽ ഷെയർ ചെയ്തു എന്ന് കരുതിയിട്ട് പുള്ളിക്കാരത്തി അഭിനയിച്ച ഒരു സിനിമ, അതും ഇപ്പോൾ ദിലീപ് ആ ഒരു ഫോട്ടോയിലുണ്ട് എന്ന് കരുതിയിട്ട് ഈ പറയുന്ന രീതി അത് പിന്നെ വേറൊരു തരത്തിലൊക്കെ കൊണ്ട് എത്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, ദേഷ്യ കാര്യങ്ങളൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. അതങ്ങനെ ആയിക്കോട്ടെ, അത് അവർക്കിടയിൽ ഉള്ള കാര്യങ്ങൾ. അതിനെ ഈ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു തരത്തിലാക്കിയിട്ട് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മഞ്ജു വാര്യർ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപിന്റെ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവർ ഡിവോഴ്സ് ആയി എന്ന് കരുതിയിട്ട് അവർക്കിടയിൽ ഒരു ബന്ധമുണ്ട് ഇപ്പോഴും. അതായത് അവർക്കൊരു മകളുണ്ട്, മീനാക്ഷി എന്ന് പറയുന്ന ഒരു മകളുണ്ട്. ആ ഒരു ബന്ധം ഒരിക്കലും മുറിച്ചു മാറ്റാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പോൾ വൈരാഗ്യം മനസ്സിൽ കൊണ്ട് കിടന്ന്, ദേഷ്യം മനസ്സിൽ കൊണ്ട് കിടന്ന് മുന്നോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരൊരു ഫോട്ടോ ഷെയർ ചെയ്തതെന്ന് കരുതിയിട്ട് അത് വലിയ അപരാധമോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. കാരണം ഇപ്പോൾ ദിലീപ് ഹെറ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന രീതിയിൽ കാവ്യ മാധവനുമായിട്ട് ഇനിയിപ്പം എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് മഞ്ജു വാര്യരുമായിട്ട് ഒന്നിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു ഫോട്ടോയുടെ പേരിൽ അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ പറയുന്ന രീതി എന്തോ മഞ്ജു വാര്യർക്ക് ഇപ്പോഴും ദിലീപിനോട് സ്നേഹമുണ്ട്, മഞ്ജു വാര്യർക്ക് ഇപ്പോഴും ദിലീപിനെ വേണം എന്നുള്ള തരത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കറങ്ങുവാണ്. ഒരു ഫോട്ടോ അവർ ഷെയർ ചെയ്തു, എന്നിട്ട് ആ ഒരു ഷെയർ ചെയ്ത ഒരു ഫോട്ടോ അവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച ഒരു നല്ല പടമാണ് ആ സല്ലാപം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുള്ള ഒരു സിനിമയായിരിക്കാം അത്. അതുകൊണ്ടായിരിക്കണമല്ലോ അവർ ആ ഒരു ഇഷ്ടത്തോടു കൂടി ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ദിലീപുണ്ട്. അപ്പോൾ ദിലീപിനോട് ആ ഒരു ദേഷ്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആ ഒരു സിനിമ പോസ്റ്റർ തന്നെ അവർ ഷെയർ ചെയ്ത് ആ ഒരു ലവ് സിമ്പിളും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് അവർക്ക് ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആ ഒരു സിനിമ അവർ ഒരുമിച്ച് അഭിനയിച്ച ആ ഒരു സിനിമ അത് അവർ ഷെയർ ചെയ്തു എന്ന് കരുതിയിട്ട് അതിനെ ഈ പറയുന്ന രീതിയിൽ പിന്നും വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു തരത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കമന്റ് സെക്ഷനൊക്കെ ഈ പോസ്റ്റ് പല ന്യൂസ് ചാനലുകളും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതോടൊപ്പം തന്നെ പല ഓൺലൈൻ മീഡിയാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ എന്തോ മഞ്ജു വാര്യർ എന്തോ അപരാധം ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, ദിലീപുമായിട്ടുള്ള അത് ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ദിലീപുമായിട്ട് വീണ്ടും ഒന്നിക്കാൻ പോകുന്നു, കാവ്യമാധവനെ കളയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തു, അവരുടെ ഇഷ്ടത്തോടു കൂടി അവർ ഷെയർ ചെയ്തു, അത് അത്രയേ ഉള്ളൂ. ആ ഒരു രീതിക്ക് കാണേണ്ട ഒരു കാര്യമാണ്. അതിനെ പിന്നെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു തരത്തിലോട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്കോ എത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ തന്നെ ഇപ്പോൾ 1-2 ദിവസം കൊണ്ട് കാണുന്ന ഒരു കാര്യമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ കുറേയധികം ഇതുപോലുള്ള പോസ്റ്റുകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. കുറേ ഓൺലൈൻ മീഡിയാസ് ഇടുന്നുണ്ട്, അതോടൊപ്പം തന്നെ മെയിൻ ന്യൂസ് ചാനൽസുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ നോക്കുമ്പോഴത്തേക്കും ഇവരെന്താണ് ചിന്തിച്ചിരിക്കുന്നത്, ഇവരെന്താണ് ഈ പറയുന്നത് എന്നുള്ള തരത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഒരു ചിന്താശേഷി ഏത് തരത്തിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ പിടികിട്ടാത്ത തരത്തിലാണ് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ദിലീപ് മഞ്ജു വാര്യർ ഒരു ഘട്ടത്തിൽ
അവരൊരു താരദമ്പതികളായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ അവർ ഡിവോഴ്സായി. ദിലീപ് വേറൊരു ജീവിതത്തിലേക്ക് പോയി. മഞ്ജു വാര്യർ അവരെ കരിയർ നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഇനിയിപ്പോൾ കുത്തി പൊക്കി അത് വേറൊരു തരത്തിലേക്ക് പിന്നെ വീണ്ടും ഒരു തരത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. അവരൊരു ഫോട്ടോ ഷെയർ ചെയ്തു എന്ന് കരുതിയിട്ട് അവരുടെ ലൈഫിൽ അവർ മുന്നോട്ട് പോകട്ടെ. അതിന് ഇനി വേറെ തരത്തിലൊന്നും വ്യാഖ്യാനിക്കപ്പെടേണ്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോട്ട് ആക്കേണ്ട ഒരു ആവശ്യമില്ല. അത്ര മാത്രമേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു വിഷയമാക്കി മാറ്റി മഞ്ജു വാര്യർ ദിലീപിനോട് ഇപ്പോഴും ഇഷ്ടമാണ്, അതാണ് മഞ്ജു വാര്യർക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കി തീർക്കേണ്ട ഒരു ആവശ്യമില്ല. അവരവരുടെ ലൈഫ് മുന്നോട്ട് പോട്ടെ, ദിലീപിന്റെ ലൈഫിലോട്ട് മുന്നോട്ട് പോട്ടെ. അത്രേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. അത് ആ രീതി കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അത് ഒരു പ്രൊഫഷൻ ആ ഒരു രീതിയിൽ അവരുടെ ആ ഒരു സിനിമ ആ ഒരു രീതിയിൽ അവർ ഷെയർ ചെയ്തു എന്നുള്ള ആ ഒരു തോട്ടിൽ കണ്ടാൽ മതി, വേറെ ഒന്നും ഇല്ല അതിൽ.